ശ്രീകുമാർ പോലും കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആണെന്ന് ആഗ്രഹിക്കുന്നല്ലോ പറഞ്ഞു. കാരണം എന്താ അറിയോ, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവാൻ പരമയോഗ്യനാണ്. പക്ഷെ നേതൃത്വം കോൺഗ്രസിനാണ് കേരളത്തില്. അതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ ഈ അഹമ്മദ് മറ്റേ കേന്ദ്രത്തിലെ മന്ത്രിയായില്ലേ, കോൺഗ്രസിന്റെ കെയർ ഓഫിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായില്ലേ. ഇപ്പൊ സംസ്ഥാനത്ത് തന്നെ 2-3 കാര്യങ്ങൾ പറഞ്ഞില്ല, 2 ഉപമുഖ്യമന്ത്രി സ്ഥാനവും 1 മുഖ്യമന്ത്രി സ്ഥാനവും. അതിൽ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, CH മുഹമ്മദ് കോയ, എന്റെ അറിവ് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് പിന്നീട് അദ്ദേഹം ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആകാൻ ഇരുന്നത്. അപ്പൊ അതൊക്കെ രാഷ്ട്രീയത്തിൽ അതൊക്കെ ലീഗ് എത്ര സൗമ്യമായ സമീപനത്തോട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നവരാണ് ലീഗ് എന്നറിയാമോ. അതിപ്പോ വയനാട്ടില് നമ്മളുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ജയിച്ചപ്പോഴേ CPM-ന്റെ ഒരു അഖിലേന്ത്യാ പോളിറ്റ് ബ്യൂറോയിൽ അഖിലേന്ത്യാ നേതാവായി പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്ന നേതാവ് എന്താ പറഞ്ഞത്, അവരുടെ ജയം എങ്ങനെയാണ് ഉണ്ടായതെന്നൊരു ഒരു 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 പ്രത്യേക തരത്തിലുള്ള ടോണിലൊരു അഭിപ്രായം പറഞ്ഞില്ലേ വിജയരാഘവൻ. അത് ഓർമ്മയുണ്ടോ? അന്ന് ലീഗ് എന്താണ് മറുപടി പറഞ്ഞത്? ഇനി അത് മാത്രമല്ല, ലീഗിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആദ്യകാലങ്ങളിൽ ഇടപെട്ടത് രാഹുൽ ഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇന്ദിരാഗാന്ധി തൊട്ട് ഇങ്ങോട്ട് ലീഗിനോട് എടുത്ത സമീപനം നിങ്ങൾ നോക്കൂ. ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ ലീഗിന്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്ത നിലപാട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ കോൺഗ്രസിന്റെ ചെങ്ങാതിമാരാണ് ലീഗ് എന്ന് പറയുന്നത്. നമ്മുടെ നേരത്തെ ലീഗിന്റെ തുടക്കക്കാരായ കേരളത്തിലെ നേതാക്കള് പൂക്കോയത്തങ്ങളും ബാഫക്കിത്തങ്ങളൊക്കെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് കൂട്ടുകൂടാൻ ലീഗിന് പറ്റില്ലെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ആ ലീഗ് പിളർന്നപ്പോൾ, അഖിലേന്ത്യാ ലീഗ് ആയപ്പോൾ PM അബൂബക്കർ അപ്പുറത്ത് പോയിട്ട് മരാമത്ത് മന്ത്രിയായ കഥയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോഴാ. കാരണം ദേശീയതയോടെ ഇത്രയധികം താതാത്മ്യം പ്രാപിക്കുന്ന ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു ദേശീയ കക്ഷിയാണ് മുസ്ലിം ലീഗ്.